ഹായ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ രണ്ടുപേരുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അതായത് എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയം, എങ്കിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര സമയം കൊണ്ട് ആ ജോലി തീരും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിന്റെ എളുപ്പ വഴി നമ്മൾ പഠിച്ചിരുന്നു. ഇനി അതല്ലാതെ 3 പേരാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിലോ, എങ്കിൽ എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എ, ബി ആൻഡ് സി can do a piece of work individually in 6 days, 12 days and 24 days respectively. How long would they to do it working together? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ടൈം ഓഫ് എ അറിയാം. ടൈം ഓഫ് എ എത്രയായിരുന്നു? 6 days. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ടൈം ഓഫ് ബി അറിയാമോ നോക്കാം. ടൈം ഓഫ് ബി എത്രയായിരുന്നു? 12 days. ടൈം ഓഫ് സി അറിയാമോ നോക്കാം. ഇൻഡിവിജ്വൽ ആയിട്ട് ഇവർ ചെയ്യുന്ന സമയം 24 days. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാവരും ടൈം കിട്ടി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM എടുക്കുക. അതായിരിക്കും എന്ത്? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ. LCM ഓഫ് 6, 12 and 24. LCM ഓഫ് 6, 12 and 24 എത്ര കിട്ടും? 24 തന്നെ കിട്ടും. കാരണം എന്താ? തന്നിരിക്കുന്ന നമ്പറെ ലാർജസ്റ്റ് നമ്പർ നോക്കുക, അത് ബാക്കിയുള്ള നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 24 എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിളും ആണ്, 12ന്റെ മൾട്ടിപ്പിളും ആണ്. ഉറപ്പായിട്ടും 24 തന്നെയായിരിക്കും എന്ത്? LCM. ഇനി സപ്പോസ് നിങ്ങൾ എടുത്തപ്പോൾ ഇതിന്റെ LCM ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് 48 or 84 ഒക്കെ ആണെന്ന് വിചാരിക്കും. എന്തായാലും ഇത് ഏത് നമ്പർ ആയാലും, ഈ 24ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുത്ത ഏത് നമ്പർ ആയാലും, ആ നമ്പർ എടുത്തെന്ന് വെച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാനൊന്നും പോകുന്നില്ല. ഏത് നമ്പർ വേണേലും ടോട്ടൽ വർക്ക് എടുക്കാം. അത് LCM ആകാം, അതിന്റെ മൾട്ടിപ്പിൾ ആകാം എന്ന് വെച്ച് നമ്മുടെ ആൻസർ തെറ്റിപ്പോകാനൊന്നും പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ടോട്ടൽ വർക്ക് എത്രയായി? ഇവിടെ നമ്മൾ എടുത്തു 24 എടുത്തു. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ച്? തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM എടുത്തു, ടോട്ടൽ വർക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ഓഫ് എ. ആരുടെയാണോ വേണ്ടത് അയാളുടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ടോട്ടൽ വർക്ക് അറിയാമോ? അറിയാം, 24. ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ടൈം ഓഫ് എ 6, 24/6. എഫിഷ്യൻസി ഓഫ് എ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കുക. എഫിഷ്യൻസി ഓഫ് ബി. എഫിഷ്യൻസി ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? സെയിം ഇക്വേഷൻ, ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് ബി. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടും. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ബൈ ടൈം. ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് ബി എത്ര കിട്ടും? 24 ടൈം ഓഫ് ബി എത്രയാണ്? 12. ആൻസർ എത്ര കിട്ടും? 2. ഇനി വീണ്ടും എഫിഷ്യൻസി ഓഫ് സി ആണെങ്കിൽ ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് സി എത്ര കിട്ടും? 24 ടൈം ഓഫ് സി എത്രയായിരുന്നു? 24. ആൻസർ എത്ര കിട്ടും? 1. ഇപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എഫിഷ്യൻസി ഓഫ് എ, ബി, സി കിട്ടി. അതായത് എയും ബിയും സിയും ഓരോ ദിവസം ചെയ്യുന്ന ജോലി കിട്ടി. എങ്കിൽ ഇവരെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ജോലി തീർക്കും? ഒരു ദിവസം ഇവർ 3 പേരും കൂടി എത്ര ജോലി ചെയ്യും? 2 + 4 + 1 എത്ര കിട്ടും? 7 വർക്ക് തീർക്കും. മനസ്സിലായോ? 2 + 4 + 1 7 വർക്കായിരിക്കും അവർ ഒരു ഡേയ്സിൽ തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടി ചേർന്ന് ഈ ടോട്ടൽ വർക്ക് തീർക്കാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? ടോട്ടൽ ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ബൈ എത്രയാ? ടോട്ടൽ വർക്ക് 24. ടോട്ടൽ എഫിഷ്യൻസി എത്രയാ? 7. 24/7 ഡേയ്സ് കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഈ ജോലി തീർക്കുന്നത്. 24/7 ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ. അല്ലെങ്കിൽ എത്ര കിട്ടും? 2/7 ആയിരിക്കും ഡേയ്സ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. ഒന്നുകിൽ മിക്കവാറും 24/7 ഡേയ്സ് എന്നായിരിക്കും ആൻസർ ഓപ്ഷൻ ഉണ്ടാകുക. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് വരും? 3/2/7. അതെന്നുവെച്ചാൽ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ എന്താക്കി? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി. 73. 21 + 2 21 + 3 അല്ലേ? 3/7 കിട്ടും. അതായത് 3/7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ പറയുന്ന 24/7 ഡേയ്സ് തന്നെ കിട്ടും. മിക്കവാറും ക്വസ്റ്റിനകത്ത് ആൻസർ ഓപ്ഷൻ എന്ത് തന്നെ ആയിരിക്കും? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കറക്റ്റ് ആൻസർ കിട്ടിയോ ഇല്ലെന്നുള്ള വെച്ചാൽ ഈ കറക്റ്റ് ഒരു പർട്ടിക്കുലർ നമ്പർ തന്നെ ആൻസർ കിട്ടിയില്ലെന്ന് വിചാരിച്ച് പേടിക്കരുത്. ടൈം നമ്പർ ക്വസ്റ്റിനകത്ത് മിക്കവാറും ആൻസർ വരുന്ന എല്ലാം ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നത്. നമുക്ക് എന്ത് ഫ്രാക്ഷൻ ആയിക്കോട്ടെ അത് ഓപ്ഷനിൽ ഉണ്ടാവും. പക്ഷെ ചെയ്യുന്ന സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്ക്. ഇതിപ്പോ എന്താ നമ്മൾ ചെയ്തത്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയായിരുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന നമ്പറുകൾ ഡേയ്സുകൾ എടുത്തെഴുതി. എന്നിട്ട് ആ ഡേയ്സിന്റെ
LCM എടുത്ത് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. ഈ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കലാണ്. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എഫിഷ്യൻസി, ഇൻഡിപെൻഡന്റ് ആയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇൻഡിപെൻഡന്റ് ആയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിച്ചു, എയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു, ബിയുടെ കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് എയും ബിയും സിയും കൂടി ചേർന്നെടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന സമയം എത്രയാന്ന് നോക്കി. ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 7 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ ജോലി 24 ജോലി ചെയ്യാൻ അവർക്ക് എത്ര ദിവസം എടുക്കും? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി 24/7 ഡേയ്സ് എടുക്കും അവർക്ക് ജോലി തീർക്കാൻ. അല്ലെങ്കിൽ 3/7 ജോലി എടുക്കും, ഡേയ്സ് എടുക്കും അവർക്ക് ആ ജോലി തീർക്കാൻ. ഇത്ര എളുപ്പമാണ് ടൈം വർക്ക്. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എന്താണ് വരുന്നതെന്നുള്ള കാര്യം. നേരത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. എ alone can do it in 9 days. In how many days ബി alone can do it? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ടൈം ഓഫ് എ പ്ലസ് ബി. എയും ബിയും കൂടി ചേർന്ന്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 6 days കൊണ്ട് തീർക്കും. അതേ കാര്യം തന്നെ എ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഈ ജോലി തീർക്കാൻ അയാൾക്ക് എത്ര ദിവസം മതി? 9 ദിവസം മതിയായിരുന്നു. എ ഒറ്റയ്ക്ക് ഈ ജോലി 9 days കൊണ്ട് തീർക്കും. പക്ഷെ എയുടെ കൂടെ ബി കൂടി ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി ആ മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? 6 ദിവസം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 2-3 മെത്തേഡ് ചെയ്യാം. എളുപ്പമുള്ള എല്ലാ മെത്തേഡിലും ചെയ്യാം. എങ്കിലും നമ്മൾ സാധാ ട്രഡീഷണൽ മെത്തേഡാണ് നോക്കുന്നതെങ്കിൽ, സാധാ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഏത് ക്വസ്റ്റിനും ആ സാധാ മെത്തേഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം പറയുന്നത്. നമുക്ക് ഈ 2 കാര്യം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന നമ്പറുകൾ എടുത്താൽ എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ടോട്ടൽ വർക്ക് നോക്കുന്നു. ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? തന്നിരിക്കുന്ന ഗിവൺ നമ്പേഴ്സിന്റെ LCM ഓഫ് 6 and 9. തന്നിരിക്കുന്ന നമ്പർ നോക്കുന്നു. 6ന്റെ മൾട്ടിപ്പിൾ ആണോ 9? അല്ല. അല്ലെങ്കിൽ 9ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുന്നു. 9ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാ? 18. 6ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നു. ആണ്. എങ്കിൽ എന്തായിരിക്കും ടോട്ടൽ വർക്ക്? 18 ആയിരിക്കും ടോട്ടൽ വർക്ക്. LCM ഓഫ് 6 and 9 എത്ര കിട്ടി? 18 കിട്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ആയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാര്യം, ഇവിടെ നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എന്തായിരിക്കും? ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എന്തായിരിക്കും? ഇവിടെ ടൈം ഓഫ് എ പ്ലസ് ബി ആണ് തന്നേക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി ആയിരിക്കും കിട്ടുന്നത്. ആരുടെയാണോ ടൈം അയാളുടെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? എഫിഷ്യൻസി. ആ കാര്യം തെറ്റിപ്പോരുത്. അല്ല, ഇവിടെ എഫിഷ്യൻസി എയും ഇവിടെ ബി അങ്ങനൊന്നും അല്ല. ഇവിടെ ആരുടെയാണോ ടൈം തന്നേക്കുന്നത് അയാളുടെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? എഫിഷ്യൻസി കിട്ടുന്നത്. എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് എ പ്ലസ് ബി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. തെറ്റിപ്പോരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ആരുടെയാണോ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്കിൽ നിന്ന് അവരുടെ ടൈം ഡിവൈഡ് ചെയ്യുക. നമുക്കിവിടെ ടൈം ഓഫ് എ പ്ലസ് ബി തന്നിട്ടുണ്ടോ? നമുക്കറിയാമോ? അറിയാം. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബിയും കിട്ടും. എങ്ങനെ കിട്ടും? 18 ബൈ എഫിഷ്യൻസി ടൈം ഓഫ് എ പ്ലസ് ബി എത്രയായിരുന്നു? 6. എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അതായത് എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എയും ബിയും കൂടി ഒരു ദിവസം കൊണ്ട് എത്ര ജോലി തീർക്കും? 3 ജോലി തീർക്കും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഇതിൽ ആരുടെ എഫിഷ്യൻസി കിട്ടും? ഇവിടെ ടൈം ഓഫ് എ ആണ് പറഞ്ഞേക്കുന്നത്. സോ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് എ കിട്ടും. മനസ്സിലായോ? ഇവിടെ ടൈം ഓഫ് എ ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാനുള്ളത്? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് എ ആയിരിക്കും. ടോട്ടൽ വർക്കിൽ നിന്ന് ടൈം ഓഫ് എ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് എ കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് 18 ആയിരുന്നു, ടൈം ഓഫ് എ എത്രയായിരുന്നു? 9 days ആയിരുന്നു. എങ്കിൽ 18/9 ചെയ്താൽ എഫിഷ്യൻസി ഓഫ് എ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. എങ്കിൽ ഈ 2 കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ഒരു ദിവസം കൊണ്ട് 2 ജോലി ചെയ്യും. എയുടെ കൂടെ ബിയും കൂടി ഉണ്ടെങ്കിൽ എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും. എത്ര ദിവസം? ഒരു ദിവസം. എ ഒരു ദിവസം 2 ജോലി ചെയ്യും. എയും ബിയും കൂടി ഒരു ദിവസം 3 ജോലി ചെയ്യും. എങ്കിൽ എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ലേ? എയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലിയിൽ നിന്നും എ മാത്രം ചെയ്യുന്ന ജോലി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ ജോലി കിട്ടില്ലേ? നമ്മൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും. എ മാത്രം ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ 3ൽ നിന്ന് 2 കുറച്ച് നമുക്ക് എത്ര കിട്ടും? ബിയുടെ ഒരു ദിവസം ജോലി കിട്ടും. ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? എ ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. ബി ഒരു ദിവസം 1 ജോലി ചെയ്യും. അപ്പൊ എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എഫിഷ്യൻസി ഓഫ് ബി കിട്ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ടൈം ഓഫ് ബി ആണ്. ടൈം ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ബി. ഈ കാര്യം തിരിച്ചു മറിച്ച് ഇടുന്നതാണ് ഈ ക്വസ്റ്റ്യൻ മൊത്തം.
എഫിഷ്യൻസി ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും, ടൈം ഡിവൈഡ് ചെയ്താൽ എഫിഷ്യൻസി കിട്ടും, ടൈം ഡിവൈഡ് ചെയ്താൽ എഫിഷ്യൻസി കിട്ടും, എഫിഷ്യൻസിയും ഡിവൈഡ് ചെയ്യുന്നത് ടൈം കിട്ടും. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, എല്ലാ ക്വസ്റ്റിനും ഈസിയാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര കിട്ടി? ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 18 ആയിരുന്നു. നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചില്ലേ 18. അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് ബി. എഫിഷ്യൻസി ഓഫ് ബി നമുക്ക് ഇവിടെ എത്ര കിട്ടി? 1. ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം ഓഫ് ബി കിട്ടും. ടൈം ഓഫ് ബി എത്ര കിട്ടും? 18 days എന്ന് കിട്ടും. അത്ര എളുപ്പമല്ലേ? അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക, ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അപ്പൊ അതിൽ നിന്ന് ഒരു ദിവസം എത്ര ജോലി കിട്ടും, ആ ഒരു കാര്യം മനസ്സിലാക്കി അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ആൻസറിനെ കൊണ്ടുപോകുക. അത്രേ ഉള്ളൂ ഈ ടൈം വർക്ക്. 2-3 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കൺസെപ്റ്റ് കിട്ടിയ എന്താ സംഭവം എന്ന്. അപ്പം നമുക്ക് ടൈം ഓഫ് ബി എത്ര കിട്ടി? 18 days കിട്ടി. ഇനി ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ് അല്ലാതെ എളുപ്പവഴിയിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കറിയാം. അതെങ്ങനെയാണ് ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എ എക്സ് ഡേയ്സ് കൊണ്ടും ബി വൈ ഡേയ്സ് കൊണ്ടും ചെയ്തു കഴിഞ്ഞാൽ എയും ബിയും കൂടി എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ് കൊണ്ട് ഒരു ജോലി തീർക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എയും ബിയും കൂടി ചേർന്ന് എക്സ് ഡേയ്സ് കൊണ്ടും എ മാത്രം ഒരു ജോലി വൈ ഡേയ്സ് കൊണ്ടുമാണ് തീർക്കുന്നതെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കുക, എ എക്സും ബി വൈയും അല്ല, എയും ബിയും കൂടി ചേർന്ന് എക്സ് ഡേയ്സ് കൊണ്ടും എ മാത്രം വൈ ഡേയ്സും ആണെങ്കിൽ ബിയുടെ മാത്രം ടൈം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും എളുപ്പം. എക്സ് മൈനസ് വൈ ഡേയ്സ് ആയിരിക്കും. ഇത് മോഡുലസ് ഇട്ടാൽ മതി. എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ഡേയ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എയും ബിയും കൂടി ചേർന്ന് എക്സ് ഡേയ്സ് കൊണ്ടും എ മാത്രം ഒരു വൈ ഡേയ്സ് കൊണ്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രൊഡക്റ്റ് എടുക്കുക, ഡിഫറൻസ് എടുക്കുക, ആൻസർ കിട്ടും കേട്ടോ. വൈ എക്സോ എക്സ് വൈയോ എന്തെടുത്താലും മതി. എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ആയിരിക്കും. ഇതിനെ തെറ്റിപ്പോകുന്ന കാര്യം എന്താ? നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. എ ഒരു ജോലി എക്സ് ഡേയ്സ് കൊണ്ടും ബി ഒരു ജോലി വൈ ഡേയ്സ് കൊണ്ടാണെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആയിരുന്നു അവിടെ. കാരണം ഇൻഡിവിജ്വൽ ഡേയ്സ് തന്നിട്ടുണ്ട്, അവർ രണ്ടുപേരും കൂടി ചേർന്നുള്ള ഡേയ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേരും കൂടി ചേർന്നുള്ള ഡേയ്സും തന്നിട്ടുണ്ട്, പിന്നെ ഒരാളുടെ ഡേയ്സും തന്നിട്ടുണ്ട്, മറ്റേ ആളുടെ ഡേയ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും ചെയ്യേണ്ടത്? എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ആയിരിക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു? ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? 6 ആയിരുന്നു. വൈന്റെ എത്രയായിരുന്നു? 9 ആയിരുന്നു. ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ മോഡുലസ്. നമുക്ക് ആ ഒരു പ്രാസം കിട്ടാൻ വേണ്ടി എക്സ് മൈനസ് വൈ എഴുതിയത്. ഇവിടെ നമുക്ക് എന്ത് എഴുതണം? വൈ മൈനസ് എക്സ്. അത് തിരിഞ്ഞു പോയാൽ ആൻസർ വരാതിരിക്കാൻ ഞാൻ ഈ മോഡുലസ് ഇട്ടേക്കുന്നത്. അതിന് ഡിഫറൻസ് എടുത്താൽ മതി. 9 മൈനസ് 6 എത്ര കിട്ടും നോക്കി? 9 മൈനസ് 6 6 into 9 ഡിവൈഡഡ് ബൈ 9 മൈനസ് 6 എത്ര കിട്ടും? 3 കിട്ടും. ഇനി 3 വെട്ടുന്നു, 3ഉം 6ഉം വെട്ടി, എത്ര കിട്ടി? 2 കിട്ടി. 2 into 9 നമുക്ക് എത്ര കിട്ടി? 18 days എന്ന് കിട്ടി. ഈ 18 days തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടി 18 days. അപ്പൊ ഈ രണ്ട് രീതി ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാലും മതി. ഏത് ക്വസ്റ്റിന്? ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് മാത്രം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. കാരണം ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ് നമുക്ക് ഏത് ക്വസ്റ്റിനും ഇതേ ക്വസ്റ്റിൻ തന്നെ അപ്പുറം എല്ലാം ചെയ്യുന്നത്. ഇനി വരാനുള്ള ക്വസ്റ്റിനും നമ്മൾ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എയും ബിയും കൂടി എക്സ് ഡേയ്സ് കൊണ്ടും എ മാത്രം വൈ ഡേയ്സ് കൊണ്ടും ആണെങ്കിൽ ബിയുടെ ടൈം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ഡേയ്സ് ആയിരിക്കും. അപ്പൊ അതും കൂടി ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് അടുത്ത 1-2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറയുന്നത്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. ബി ക്യാൻ ഡു ഇറ്റ് ദ സെയിം വർക്ക് ഇൻ 20 days. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി they finish the work in 4 days. C can do the work in how many days? അപ്പൊ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളിത് മനസ്സിലാക്കാനുള്ളത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷനാക്കി മാറ്റി എഴുതാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് നമുക്കറിയാം. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഇവിടെ 10 days ആയിരുന്നു. ഇനി വീണ്ടും പറയുന്നു ബി ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 20 days. ടൈം ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 20 days ആയിരുന്നു. അങ്ങനെ മനസ്സിലാക്കാമല്ലോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ദേ ക്യാൻ ഫിനിഷ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. എക്കും ബിക്കും കൂടി ആ ജോലി സിയുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ എന്ന് വെച്ചാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇപ്പോ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അവർ 3 പേരും കൂടി 4 ദിവസം കൊണ്ടായിരിക്കും ആ ജോലി തീർക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാമോ? ഓക്കെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ദേ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 4 days. സി കൂടി ഉണ്ടെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് തീർക്കും? 4 ദിവസം കൊണ്ട് തീർക്കും. ആര്? എയും ബിയും. അപ്പൊ മൊത്തം ആരൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? എയും ബിയും സിയും കൂടി ചേർന്നിട്ടാണ് 4 ദിവസം കൊണ്ട് ആ ജോലി തീർത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ ഇനി എന്തായിരിക്കും ചെയ്യാനുള്ളത് നോക്കാം. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക്. നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചൂടെ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടോട്ടൽ വർക്ക് എന്തായിരിക്കും?
തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM 4ന്റെയും 10ന്റെയും മൾട്ടിപ്പിൾ ആണോ 20 ആണ് എങ്കിൽ 20 തന്നെയായിരിക്കും എന്ത് ടോട്ടൽ വർക്ക്. നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ടോട്ടൽ വർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എന്ത് കണ്ടുപിടിക്കുക? എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അപ്പൊ എഫിഷ്യൻസി ഓഫ് ഇവിടെ ആരുടെയാണ് ടൈം ഉള്ളത്? എയുടെ ടൈം ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് എ കിട്ടും. എഫിഷ്യൻസി ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് എ. ഞാൻ വീണ്ടും എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 20 ബൈ ടൈം ഓഫ് എ 10. 20 ബൈ 10 നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും എയുടെ എഫിഷ്യൻസി. ഇനി അടുത്ത നമുക്ക് ആരുടെ ടൈം ഉണ്ട്? ബിയുടെ ടൈം ഉണ്ട്. നമുക്ക് ആരുടെ എഫിഷ്യൻസി കിട്ടും? എഫിഷ്യൻസി ഓഫ് ബി കിട്ടും. ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് ബി ചെയ്ത എഫിഷ്യൻസി ഓഫ് ബി കിട്ടും. ടോട്ടൽ വർക്ക് നമുക്കറിയാം 20 ആണെന്ന്. ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? 20 ഡേയ്സ് കൊണ്ട് തീർക്കും. സോ ആയിട്ട് ബിയുടെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1 എന്ന് കിട്ടും. ഇനി ഇവിടെ ആരുടെ ടൈം ഉണ്ട്? എയും ബിയും സിയും കൂടി ചെയ്ത ടൈം ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ആരുടെ എഫിഷ്യൻസി കിട്ടും? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. ആരുടെയാണോ ടൈം അവരുടെ എഫിഷ്യൻസി കിട്ടും. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. നമുക്ക് ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി അറിയാം എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. എത്രയായിരുന്നു? 20 ബൈ 4. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എയുടെ എഫിഷ്യൻസി അറിയാം, ബിയുടെ എഫിഷ്യൻസി അറിയാം, എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ ഒരു ദിവസം 2 ജോലി ചെയ്യും, ബി ഒരു ദിവസം 1 ജോലി ചെയ്യും, എയും ബിയും സിയും കൂടി ഒരു ദിവസം 5 ജോലി ചെയ്യും. സ്വാഭാവികമായിട്ടും സി ഒരു ദിവസം എത്ര ജോലി ചെയ്യും നമുക്ക് കണ്ടുപിടിച്ചൂടെ? എഫിഷ്യൻസി ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി കുറച്ചാൽ മതി. എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എത്രയായിരുന്നു? 5 ആയിരുന്നു. അതിൽ നിന്നും എ പ്ലസ് ബി കുറയ്ക്കാം. എഫിഷ്യൻസി ഓഫ് എ എത്രയായിരുന്നു? 2. എഫിഷ്യൻസി ബി എത്രയായിരുന്നു? 3. 2 പ്ലസ് 1 3 കുറയ്ക്കുന്നു. 5ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതായത് സി ഒരു ദിവസം എത്ര ജോലി തീർക്കും? 2 ജോലി തീർക്കും. നോക്കാം. എ 2 ജോലി ചെയ്തു, ബി 1 ജോലി ചെയ്തു, 3 ജോലിയായി. 3 ജോലിയോടെ സിയുടെ 2 ജോലിയോടെ കൂട്ടിയെങ്കിലല്ലേ ടോട്ടൽ ജോലി എന്താവുള്ളൂ? 5 ജോലി ആവുള്ളൂ. എയും ബിയും സിയും കൂടി ചേർന്ന് 5 ജോലി ഒരു ദിവസം ചെയ്യുള്ളൂ. അപ്പം എഫിഷ്യൻസി ഓഫ് സി നമുക്ക് കിട്ടി 2 എന്ന്. എഫിഷ്യൻസി ഓഫ് സി കിട്ടി കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? ടൈം ഓഫ് സി ആയിരിക്കും. എങ്കിൽ ടൈം ഓഫ് സി എന്ന് വെച്ചാൽ ടൈം ഓഫ് സി സിക്കൽ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സി. നമ്മുടെ ഇക്വേഷൻ തിരിച്ചു മറിച്ച് എഴുതുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? സി ഒറ്റയ്ക്ക് ആ ജോലി മുഴുവൻ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നല്ലേ? സി ക്യാൻ ഡു ദ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് വർക്കിംഗ് എലോൺ. സി ഒറ്റയ്ക്ക് ഈ മുഴുവൻ ജോലി ചെയ്ത് തീർക്കാൻ സമയം വേണ്ടത്. സിയുടെ സമയമാണ് വേണ്ടതെങ്കിൽ ടോട്ടൽ വർക്ക് ബൈ സിയുടെ എഫിഷ്യൻസി ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? ഇവിടെ 20 ആയിരുന്നു. സിയുടെ എഫിഷ്യൻസി സി എത്രയായിരുന്നു? 2 ആയിരുന്നു. എങ്കിൽ 20 ബൈ 2. സി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ഡേയ്സ് കൊണ്ട് ആ ജോലി തീർക്കും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഈ സെയിം മെത്തേഡ് ചെയ്താൽ മതി. വേഗത്തിൽ ആൻസർ കിട്ടും. നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഇതിന് ശേഷം ഞാൻ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനൊക്കെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പഠിപ്പിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇച്ചിരി ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നത്. ഇതേ ക്വസ്റ്റ്യനൊക്കെ വേഗത്തിൽ കിട്ടുന്ന മെത്തേഡുകളുണ്ട്. പക്ഷെ അത് ഞാൻ ആദ്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും ഇൻഡിവിജ്വൽ ടൈം ഉണ്ട്. പിന്നെ എയും ബിയും സിയും കൂടി ചെയ്യുന്ന ഇൻഡിവിജ്വൽ ടൈം ഉണ്ട്. എങ്കിൽ സി മാത്രമുള്ള ഇൻഡിവിജ്വൽ ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇതേ മെത്തേഡിൽ സോൾവ് ചെയ്താൽ മതി. നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇവിടെ ക്വസ്റ്റ്യന് സിയുടെ ടൈം 10 ഡേയ്സ് എന്ന് കിട്ടും. അപ്പൊ ഏതാണ്ട് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ശരിയെങ്കിൽ ബൈ.